Hello children, today we discuss special allowance to meet personal expenses. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് ദ ഒഫീഷ്യൽ പർപ്പസ് നമ്മൾ എടുത്തതാണ്. സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസ് ആണ് നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അലവൻസിലെ നെക്സ്റ്റ് കാറ്റഗറിയാണ് സ്പെഷ്യൽ അലവൻസ്. അതിൽ സെക്കൻഡ് കാറ്റഗറിയാണ് സ്പെഷ്യൽ അലവൻസസ് ടു മീറ്റ് പേഴ്സണൽ എക്സ്പെൻസസ്. ഒരു പേഴ്സണ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എങ്കിൽ അതും പേഴ്സണൽ മാറ്റേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ, പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ആ അലവൻസ് ഏതൊക്കെ എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So we start the topic special allowances to meet personal expenses. Here, allowances grant to the employee to meet his personal expenses at the place of his official duties will be exempt from tax to the extent notified by the central government. ഇവിടെ എംപ്ലോയിക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ അലവൻസ് അയാളുടെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്ത് അയാൾക്ക് വരുന്ന അല്ലെങ്കിൽ ഒഫീഷ്യൽ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്ന ഏരിയയിൽ അയാൾക്ക് വരുന്ന പേഴ്സണൽ എക്സ്പെൻസസുകൾ മീറ്റ് ചെയ്യാനായിട്ട് ആണ് എംപ്ലോയിക്ക് ഈ സ്പെഷ്യൽ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് വേണ്ടതായിട്ടുള്ള കണ്ടീഷൻസ് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സെൻട്രൽ ഗവൺമെൻറ് റൂൾസ് പ്രകാരമാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, സ്പെഷ്യൽ അലവൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. These are allowances given to meet the personal expenses of employee and exempt only up to the specified limit. ഈ പറയുന്ന കാറ്റഗറിയിലുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസുകൾ ഒരു ലിമിറ്റ് വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എക്സംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ബാക്കിയുള്ള പോർഷൻ നമ്മൾ അതിന് എന്ത് ചെയ്യണം, ടാക്സബിൾ ആയിരിക്കും. സോ നമ്മൾ കൊടുക്കുന്ന അലവൻസ് ഫുള്ളി എക്സംപ്റ്റഡ് അല്ല, അതിലൊരു പോർഷൻ നമ്മൾ എക്സംപ്റ്റ് ചെയ്യാം, അടുത്ത പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, അതിന് മുകളിൽ ടാക്സ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദിസ് ഈസ് ദ മീനിങ് ഓഫ് സ്പെഷ്യൽ അലവൻസ് ടു മീറ്റ് ദ പേഴ്സണൽ എക്സ്പെൻസസ്. പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ അലവൻസുകളെയാണ് നമ്മൾ ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഐറ്റം special compensatory hilly areas allowance or high altitude allowance etc. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഹില്ലി ഏരിയാസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അതെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് എത്രയോ അടി ദൂരം അല്ലെങ്കിൽ എത്രയോ അടി ഉയരത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഓക്കെ, ഹില്ലി ഏരിയാസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസുകളിൽ അവർക്ക് എക്സംഷൻ ലിമിറ്റ് പറയുന്നുണ്ട്. എക്സംഷൻ വേരീസ് ഫ്രം ₹300 to 7,000. ഓക്കെ, 300-7,000 പെർ മന്ത്ലി പേയ്മെൻ്റ് ആണ് പറയുന്നത്. സോ ഇവർക്ക് കൊടുക്കുന്ന എമൗണ്ടിൽ ഇവർക്ക് എക്സംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 300 തുടങ്ങി 300 തുടങ്ങി 700 വരെ, മിനിമം 300 ആണ്, മാക്സിമം 7,000 പെർ മന്ത് വരെ നമുക്ക് എന്ത് ചെയ്യാം, എക്സംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ബോർഡർ ഏരിയ അലവൻസ്, റിമോട്ട് ഏരിയ അലവൻസ്, ഡിസ്റ്റർബ്ഡ് ഏരിയ അലവൻസ്. The exemption varies from ₹200 per month to 1,300 per month. ഓക്കെ, ബോർഡറിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, റിമോട്ട് ഏരിയാസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഡിസ്റ്റർബ്ഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് തന്നെ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ട്. അത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് വയലൻസ് ഉള്ള ഒരു കുറച്ച് ഏരിയാസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അലവൻസിനെയാണ് ഡിസ്റ്റർബ്ഡ് ഏരിയ അലവൻസ് എന്ന് പറയുന്നത്. സോ അത്രയും നിയന്ത്രിതമായിട്ടുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള ഏരിയാസിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 200 പെർ മന്ത് ടു 1,300 പെർ മന്ത് വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, അതിൽ എക്സംഷൻ ലിമിറ്റും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആ എക്സംഷൻ അതിൽ ചേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് മിനിമം 200 ആണ്, മാക്സിമം 1,300 പെർ മന്ത് വരെ. അപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ 1,300ൽ കൂടുതലുണ്ടെങ്കിൽ അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സബിൾ ആയിരിക്കും. തേർഡ് വൺ, ട്രൈബൽ ഏരിയ, ഷെഡ്യൂൾഡ് ഏരിയ, ഏജൻസി ഏരിയ അലവൻസ്. ട്രൈബൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന തമിഴ്നാട്, കർണാടക,
സിക്കിം, ആസാം അങ്ങനെയുള്ള ഏരിയാസിൽ, ട്രൈബൽ ഏരിയാസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് അവരുടെ അലവൻസിൽ 200 പെർ മന്ത് വരെ അവർക്ക് എന്ത് ചെയ്യാം, എക്സംപ്റ്റ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഫോർത്ത് വൺ, ഹൈ ആൾട്ടിറ്റ്യൂഡ് അൺകൺജീനിയൽ ക്ലൈമറ്റ്, തീരെ പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഇല്ലാത്ത അങ്ങനെയുള്ള ഏരിയാസിനെയാണ് അൺകൺജീനിയൽ. ഓക്കെ. തീരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്ലൈമറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അലവൻസ് അത് ജനറലി പ്രൊവൈഡ് ചെയ്യുന്നത് ആംഡ് ഫോഴ്സസിൽ വർക്ക് ചെയ്യുന്നവരാണ്. സോ ദിസ് അലവൻസ് ഈസ് ഗിവൺ ടു ദി മെമ്പർ ഓഫ് ദി ആംഡ് ഫോഴ്സസ് ഫോർ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 9,000 feet to 15,000 feet rupees 1,060 per month, and altitude above 15,000 feet rupees 16,000 per month. ഇവിടെ പറയുന്നു ആംഡ് ഫോഴ്സസ് എന്ന് അതിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ അൺകൺജീനിയൽ ക്ലൈമറ്റിലാണ് അവർ വർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കിട്ടിയിരിക്കുന്ന അവരുടെ സെൻറ്റർ എന്ന് പറയുന്നത് 9,000 അടിക്ക് മുകളിലോ ആൻഡ് 15,000 feet. ഓക്കെ, 15,000 അടിക്കും മുകളിലോ. അപ്പോൾ രണ്ട് ഇൻ ബിറ്റ്വീൻ ആണ്. 9,000 feet 15,000 feetനും ഇടയിൽ വർക്ക് ചെയ്യുന്നവർ, അതിനേക്കാൾ എബോവ് ഓൾട്ടിറ്റ്യൂഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ 1,060 പെർ മന്ത് ആണ് അവർക്ക് വരുന്ന എക്സംഷൻ ലിമിറ്റ്. ഓക്കെ. ആൻഡ് ഫോർ ഓൾട്ടിറ്റ്യൂഡ് എബോവ് 15 feetന് മുകളിൽ, അതിലും മുകളിലായിട്ട് അവർ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അത്രയും അൺകൺജീനിയൽ ക്ലൈമറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് 16,000 പെർ മന്ത് വരെ അവർക്ക് എന്ത് ചെയ്യാം, എക്സംഷൻ ലിമിറ്റ് കിട്ടിയിരിക്കുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് ആൻഡ് ഫിഫ്ത്ത് വൺ, അണ്ടർഗ്രൗണ്ട് അലവൻസസ്. Any underground allowances granted to an employee who is working in uncongenial, unnatural climate in underground mines shall be exempt to the extent of 800 rupees per month. ഓക്കെ. അണ്ടർഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ, അതും തീരെ അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അൺനാച്ചുറൽ ആയിട്ടുള്ള ക്ലൈമറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അണ്ടർഗ്രൗണ്ട് മൈൻസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് അവരുടെ കിട്ടുന്ന അലവൻസിൻ്റെ 800 rupees പെർ മന്ത് വരെ അവർക്ക് എന്ത് ചെയ്യാം, എക്സംപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ. ആൻഡ് സിക്സ്ത് വൺ, സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഹൈലി ആക്റ്റീവ് ഫീൽഡ് ഏരിയ. ഏറ്റവും കൂടുതൽ കൺട്രോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജാഗ്രതയോടെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അതായത് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ഏരിയാസ്, അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അതും ആ മെമ്പർ എന്ന് പറയുന്ന അവർ ഏതിൽ എംപ്ലോയീസ് ആയിരിക്കണം, ആംഡ് ഫോഴ്സസിൽ മെമ്പറായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അലവൻസ് ആണ് സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഹൈലി ആക്റ്റീവ് ഫീൽഡ് ഏരിയ അലവൻസ്. ഈ അലവൻസ് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന അലവൻസിൻ്റെ 4,200 പെർ മന്ത് വരെ അവർക്ക് എന്ത് ചെയ്യാം, എക്സംപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ എക്സംപ്റ്റ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ₹4,200 പെർ മന്ത്. സിക്സ്ത് വൺ, ഐലൻഡ് ഡ്യൂട്ടി അലവൻസ്. ഐലൻഡിൽ വർക്ക് ചെയ്യുന്ന, അതായത് ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് പോലെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആംഡ് ഫോഴ്സസിൽ മെമ്പറായിട്ടുള്ള പേഴ്സൺസിന് പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസ് ആണിത്. സോ ഗിവൺ ടു ദി മെമ്പർ ഓഫ് ദി ആംഡ് ഫോഴ്സസ് ഇൻ ദി ആൻഡമാൻ നിക്കോബാർ ആൻഡ് ലക്ഷദ്വീപ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് എക്സംപ്റ്റ് എക്സ്റ്റെൻറ്റ് ഓഫ് ₹3,250 പെർ മന്ത്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതായത് ഈ ലിമിറ്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ. പിന്നെ കോമ്പൻസേറ്ററി ഫീൽഡ് ഏരിയ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 2,600 പെർ മന്ത് എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള ഫീൽഡ് ഏരിയ, കൺട്രോൾഡ് ആയിട്ടുള്ള ഏരിയസിനെ തന്നെയാണ് നമ്മൾ കോമ്പൻസേറ്ററി ഫീൽഡ് ഏരിയ അലവൻസ് എന്ന് തന്നെ പറയാം. ദെൻ മോഡിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തിന് വീണ്ടും മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ കൺട്രോൾഡ് കുറയുന്ന ഒരു ഏരിയാസ് ആയിരിക്കും കോമ്പൻസേറ്ററി മോഡിഫൈഡ് ഫീൽഡ് ഏരിയ എന്ന് പറയുന്നത്. സോ ഗവൺമെൻറ്റിൻ്റെ നെക്സ്റ്റ് രണ്ട് അലവൻസ് എന്ന് പറയുന്നത് കോമ്പൻസേറ്ററി ഫീൽഡ് ഏരിയ അലവൻസും കോമ്പൻസേറ്ററി മോഡിഫൈഡ് ഫീൽഡ് ഏരിയ അലവൻസും ആണ്. സോ കോമ്പൻസേറ്ററി ഫീൽഡ് ഏരിയ അലവൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ മാക്സിമം എന്ന് പറയുന്നത് 2,600 പെർ മന്ത് വരെ അവർക്ക് എക്സംപ്റ്റ് ചെയ്യാം. മോഡിഫൈഡ് ഏരിയയിലാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അപ് ടു ദി എമൗണ്ട് ഓഫ് 1,000 പെർ മന്ത് വരെ അവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൗണ്ടർ ഇൻസർജൻസി അലവൻസ് ഗ്രാൻഡ് ടു ദി മെമ്പർ ഓഫ് ആംഡ് ഫോഴ്സസ്.
അത് ഈ പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ. അതായത് കൗണ്ടർ ഇൻസർജൻസി എപ്പോഴും നമുക്ക് യുദ്ധമുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ടെൻഷനിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസ് ഉണ്ടാവാം. സോ അവിടെ കൊടുക്കുന്ന മറ്റൊരു അലവൻസാണ് കൗണ്ടർ ഇൻസർജൻസി അലവൻസ്. കലാപം എന്നുള്ളതാണ് ഇൻസർജൻസിയുടെ മീനിങ്. സോ കൗണ്ടർ ഇൻസർജൻസി അലവൻസ് നമ്മൾ ആംഡ് ഫോഴ്സസിനാണ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് അപ് ടു 3,900 പെർ മന്ത് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് നിങ്ങളോട് ചോദിക്കുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാ 15 മാർക്കിൻ്റെ എസ്സേയിലും വരുന്ന ഒരു ഐറ്റമാണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. എക്സംപ്റ്റ് അപ് ടു ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് പെർ ചൈൽഡ് ഓർ 100 rupees പെർ മന്ത് പെർ ചൈൽഡ് അപ് ടു എ മാക്സിമം 2 children വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ നമുക്ക് എത്രയാണോ എമൗണ്ട് കിട്ടുന്നത് ഓർ നമുക്ക് അലവൻസ് ആയിട്ട് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്നുള്ള പേരിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്, ആക്ച്വൽ എമൗണ്ട് എത്രയാണ്, ഓർ 100 rupees പെർ മന്ത് 100 രൂപ 100 പെർ ചൈൽഡ് അപ് ടു എത്ര കുട്ടികൾക്ക് നമുക്ക് മാക്സിമം അലവൻസ് കിട്ടും, മാക്സിമം ഓഫ് 2 children 2 കുട്ടികൾക്കാണ് മാക്സിമം അലവൻസ് പ്രൊവൈഡ് ചെയ്യുക. ഈ പറയുന്ന എമൗണ്ടിൽ ഇവർക്ക് കിട്ടുന്ന അലവൻസ് ഓർ 100 rupees പെർ മന്ത് വിച്ച് എവർ ഈസ് ലെസ്, ഇതിൽ ഏതാണോ ഏറ്റവും കുറവ് ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സംപ്റ്റ് ചെയ്യാം. മാക്സിമം 100 വരെ ഒരു കുട്ടിക്ക് എന്ത് കിട്ടുള്ളൂ, അലവൻസ് കിട്ടുള്ളൂ. നെക്സ്റ്റ് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിൻ്റെ അതേ ഒരു മെത്തേഡാണ്. മാക്സിമം 2 children മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസാണ് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് എന്ന് പറഞ്ഞാൽ. അതായത് എംപ്ലോയീൻ്റെ ചിൽഡ്രൻ അവർക്ക് ഹോസ്റ്റലിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ എമൗണ്ട് പേ ചെയ്യാനോ അല്ലെങ്കിൽ ആ സൗകര്യം പ്രൊവൈഡ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സംപ്റ്റ് അപ് ടു ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് പെർ ചൈൽഡ് ഓർ 300 rupees പെർ മന്ത്. അപ്പോൾ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 300 ആണ്. അപ്പോൾ നമുക്ക് തരുന്ന എമൗണ്ട് ആക്ച്വലി റിസീവ് ചെയ്യുന്ന അലവൻസ് എത്രയാണോ 300 rupees പെർ മന്ത്. ഈ 2 എമൗണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ലീസ്റ്റ് എമൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സംപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം 2 children മാത്രമേ ഇത് അവൈലബിൾ ആകുള്ളൂ. Allowances allowed to transport employees working in any transport system. ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഈ അലവൻസ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ മാത്രമുള്ള അലവൻസിനെയാണ് റണ്ണിങ് അലവൻസ് എന്ന് പറയാം. ഈ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 70% ഓഫ് സച്ച് അലവൻസ്, നമുക്ക് കിട്ടുന്ന അലവൻസിൻ്റെ 70%, ഓർ 10,000 rupees പെർ മന്ത് വിച്ച് എവർ ഈസ് ലെസ്. നമുക്ക് കിട്ടുന്ന അലവൻസിൻ്റെ 70%വും ഏതുമായിട്ട് കമ്പയർ ചെയ്യാം, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 10,000 പെർ മന്തുമായിട്ട് കമ്പയർ ചെയ്യാം. ഇതിലെ ലീസ്റ്റ് എമൗണ്ട് അവർക്ക് എന്ത് ചെയ്യാം, എക്സംപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ നമ്മളിന്ന് എടുത്തത് സ്പെഷ്യൽ അലവൻസസ് ടു മീറ്റ് ദ പേഴ്സണൽ എക്സ്പെൻസസ്. ഈ പറയുന്ന അലവൻസുകളെല്ലാം നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കുക. പ്രോബ്ലത്തിന് അത്യാവശ്യമുള്ളതാണ്, അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. ബോർഡർ ഏരിയ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, ബോർഡറിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ. ദെൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉയരത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അൺകൺജീനിയൽ ക്ലൈമറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ഒരു അലവൻസ് കൊടുക്കും. ഈ അലവൻസിൻ്റെ ഒരു നിശ്ചിത ഭാഗം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയുള്ള ഭാഗത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ അങ്ങനെയുള്ള ഏരിയാസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഈ പറഞ്ഞ് കാണിച്ചാൽ റെഡിൽ ഞാൻ മാർക്ക് ചെയ്ത എമൗണ്ടുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. എല്ലാ പോർഷനും നിങ്ങൾ കവർ ചെയ്യുന്ന തരത്തിൽ, അതായത് മനസ്സിലാവുന്ന തരത്തിൽ തന്നെ നിങ്ങളത് നോട്ടിൽ പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.